ചത്തപോലെ കിടക്കും. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ എല്ലാവരും തൊട്ടിപ്പാലം കാണാൻ പോവുകയാണ്. തൊട്ടിപ്പാലത്ത് കാണുമ്പോ തൊട്ടിയായിട്ട് പോകണമെന്നാണ്. അതുകൊണ്ടാണ് ഈ ഡ്രസ്സൊക്കെ എല്ലാവരും തൊട്ടികളായിട്ടാണ് പോകുന്നത്. ഇതാ ഡ്രസ്സൊന്നും ഇല്ലാതിരിക്കാണ്. കുളിക്കാൻ പറ്റുമെങ്കിലും ഒന്ന് കുളിക്കണം. പെട്ടെന്നാണ് പ്ലാനിങ് ഒക്കെ. അതെ, പെട്ടെന്ന് പ്ലാനിങ് വരാൻ കാരണം വീട്ടിൽ ഭയങ്കര ചൂടാണ്. ഈ ചൂടത്ത് കുറേ നേരം വെള്ളത്തിൽ ചെന്ന് കിടക്കണമെന്ന് തോന്നി. അപ്പം എല്ലാവരും തൊട്ടിപ്പാലം വീഡിയോ ഇട്ടു. ഞങ്ങൾ ഇതുവരെ ഇട്ടില്ല. എന്തായാലും അത് ഇതുവരെയും കണ്ടിട്ടില്ല. അങ്ങോട്ട് പോവുകയാണ്. തൊട്ടിപ്പാലം കാണുകയും ചെയ്യാം, നമുക്ക് പറ്റുമെങ്കിൽ ഒന്ന് കുളിക്കുകയും ചെയ്യാം. ഹലോ ഗൈസ്, നമ്മൾ തൊട്ടിപ്പാലത്ത് എത്തിയിരിക്കുകയാണ്. തൊട്ടിപ്പാലം എത്തിയപ്പോഴത്തേനും ഒരുപാട് ആൾക്കാർ ഇവിടെ കുളിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ തൊട്ടിപ്പാലം ഇതിൽ കൂടെ ഫാമിലിയാണ് ഒരുപാട് പേര് കുളിക്കുന്നത്. ഫാമിലി ആയിട്ടുള്ള ആൾക്കാരാണ്. എന്തായാലും ഭയങ്കര ഒരു സംഭവമാണ്. മംഗലത്തോണത്തുള്ളവരുണ്ട്. എവിടെ പോയാലും മംഗലത്തോണത്തുള്ളവർ കാണും. നമ്മൾ എങ്ങനെയും ഒഴിവായാണ് ഇവിടെ വന്നത്. അപ്പം മംഗലത്തോൺ ടീം ഇവിടെ കാണും. ഞങ്ങളുടെ അയൽവാസികളായ മംഗലത്തോണത്തിൽ നിന്ന് ഒരു ബാച്ച് വന്നിട്ടുണ്ട്. അവരാണിതാ ഇങ്ങനെ ഒഴുകി നടക്കുന്നത്. പിന്നെ ഈ രണ്ട് സൈഡും കൃഷിയിടങ്ങളാണ്. അപ്പം കാണാൻ ഒരു എന്താ പറയുക, പൈസ കൊടുക്കാതെ നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ് കേട്ടോ. പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ സൂക്ഷിച്ച് നോക്കണം, തല ചുറ്റി താഴെ വീണ. അതെ അതെ, എൻ്റെ കാല് പോലെ ഇപ്പൊ വിറയ്ക്കുന്നുണ്ട്. എന്നാലും സേഫായിട്ട് ഇവിടെ നിൽക്കണം. സേഫാണ്. പിന്നെ കുഞ്ഞു കുട്ടികളെ ഇതുവഴി അധികം നടത്തിക്കാതിരിക്കുക. പിന്നെ നമുക്ക് എന്തായാലും അരഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൽ വെള്ളം. അവരെയും കൂടെ ഒന്ന് കാണിക്കാം. അവർ പ്രത്യേകിച്ച് പറഞ്ഞു അവരെ കാണിക്കണമെന്ന്. നമുക്ക് അവരെ പരിചയപ്പെടാം. വരൂ. ഇവരെല്ലാവരും മംഗലത്തോണത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ഇവരെല്ലാം ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കണ്ടത്. ഇവരൊക്കെ ഞങ്ങളുടെ അയൽവാസികളാണ്. ഇതാ കണ്ടോ എൻജോയ് ചെയ്യുന്ന. ഒരു ഹലോ പറഞ്ഞേ, ഹായ് പറഞ്ഞേ, ഹായ്. കണ്ടോ, എല്ലാരും ഒരു ഹായ് പറഞ്ഞു. എങ്ങനെയുണ്ട് സ്ഥലമൊക്കെ? എങ്ങനെയുണ്ട്? അടിപൊളി. ഇതോ ഒരു ചേട്ടൻ പോകുന്നു. അതാ ലാസ്റ്റ് ഫൈനൽ ഇവിടെയാണ് എത്തുന്നത് കേട്ടോ. കണ്ടോ ഇവിടെയാണ് എത്തുന്നത്. ഇവിടെ കുറച്ച് ആഴം കൂടുതലാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ മനോഹാരിത എന്ന് പറഞ്ഞാൽ ഇതാണ്. ചുറ്റും റബ്ബർ തോട്ടങ്ങളും കൃഷിയിടങ്ങളും, അതിൻ്റെ നടുവിലായി ഇതാ ഇങ്ങനെ ഒരു കനാലെന്ന് പറയുമ്പോൾ നമ്മുടെ അരയറ്റം വെള്ളം വരുന്നതാണ്. എല്ലാവരും നടന്നാണ് ഈ കനാലിലൂടെ പോയത്, നീന്തിയിട്ടും അല്ല. തനിയെ അങ്ങ് ഒഴുക്കിക്കൊണ്ട് പോകും. ഒഴുക്ക് കൊണ്ട് പോകുന്ന ലാസ്റ്റ് സ്ഥലം നിങ്ങൾ കണ്ടല്ലോ അല്ലേ. എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. സൂപ്പറാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറുന്ന വിശാലമായ കൃഷിയിടങ്ങളാണ് കേട്ടോ. അപ്പുറത്ത് നോക്കിയാൽ വാഴ, അതുപോലെ തന്നെ ചീര കൃഷിയിടം, കപ്പ കൃഷി, എല്ലാം നല്ല കൃഷിയിടങ്ങളാണ്. ഇതിൽ നിന്നാണ് വെള്ളം ജലസേചനത്തിനായിട്ട് വെള്ളം ഇതിൽ നിന്നാണ് പോകുന്നത്. താഴെ കാണാൻ പറ്റും. ഈ ചാനൽ വഴി സബ്ബായിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അത് തന്നെ ഇത് സബ് കനാലാണ്. ഇതും ഒരു സബ് കനാലാണ്, വലിയ കനാലല്ല. അതിൽ നിന്ന് വെള്ളം വേർതിരിഞ്ഞ് കൃഷിയിടങ്ങളിലേക്ക് പോകുന്ന രീതിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം പണ്ടത്തുള്ള കാലത്ത് എനിക്കൊന്ന് 10-50 വർഷമായി കാണും ഈ ഒരു ജലസേചന പദ്ധതി ഇവിടെ കൊണ്ടുവന്നിട്ട്. എന്തായാലും ആ ജലസേചനത്തിൻ്റെ രീതി നോക്കിയേ. ഇതിൽ നിന്ന് കൃഷിയിടങ്ങളിലേക്കെല്ലാം വെള്ളം പോകുന്ന ഒരു രീതിയാണ്. ചാടല് കല്ലാണ്. ഈ തൊട്ടിപ്പാലത്തിന്റെ അടുത്തായിട്ട് ഒരു അമ്പലമുണ്ട് കേട്ടോ. സിത്തുമാരല്ലേടാ.
ചത്ത പോലെ കിടക്കും. ഇവിടെ കൂടെ നടക്കുന്ന നല്ല രസമാണ്. എന്തിലെത്തുമ്പോ ജസ്റ്റ് ഒന്ന് പേടിക്കും, കുളം പോലെ കിടക്കുകയാണ്. പിന്നെ കുറെ പയ്യന്മാർ അവിടെ നിൽക്കുന്ന ധൈര്യത്തിലാണ് ഞാൻ പോകുന്നത്. മിക്കവാറും അവന്മാരെന്നെ പിടിച്ച് തൂക്കി കയറ്റും. അവന്മാരെന്തായാലും രക്ഷിക്കും എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഈ സൈഡ് അങ്ങ് പോയാ സൈഡ് ആഴമില്ലേ, കുഴപ്പമില്ല. ആ സൈഡെ പിടിച്ച് വന്നാൽ മതി. സൈഡ് അങ്ങനെ പോവില്ല. ആ കറങ്ങി ആ പയ്യ ഇരിക്കുന്നിടത്തൂടെ കറങ്ങി കയറിയാ ഇത്രേ ഉള്ളൂ. ആഴമൊന്നും അതിലേ കറങ്ങി വാ അതിലേക്കല്ല, കറങ്ങി വാ. കറങ്ങി സ്റ്റെപ്പുണ്ട്. ചാട് ചാടാ. അടുത്തൊരു ഫാമിലി പുറകെ തുഴഞ്ഞു വരുന്നുണ്ട്. കണ്ടോ ഞങ്ങൾ ഒരുവിധം അങ്ങ് രക്ഷപ്പെട്ടു. ഞങ്ങൾ 3 പേരും നീന്തി അങ്ങ് രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇനി ഇവരെങ്ങനെ കയറുമെന്ന് നോക്കട്ടെ. അവർക്ക് നീന്തലറിയോ? ഞങ്ങളെ രണ്ടുപേരും തൊട്ടിൽ പാലത്തിലൂടെ തൊട്ടിലില്ലാത്തോട്ട് ഇപ്പുറത്ത് വന്നിട്ട് അപ്പുറത്തോട്ട് ഒരു ഓട്ടോ വിളിച്ചു പോകേണ്ട ദൂരമുണ്ട്. നടന്നു പോവുകയാണ് ഗൈസ്. ആഗ്രഹങ്ങൾ ആർക്കു വേണ്ടി മാറ്റി വെക്കില്ല. 100 രൂപയ്ക്കാണെങ്കിലും അത് സാധിക്കണം. അതാണ് നമ്മുടെ തിയറി. കാറിൽ വന്നാൽ ഒരു 75 രൂപയ്ക്ക് പെട്രോളാണ് ഒരാൾക്ക്. ഒരു 5 പേർക്ക് വന്നു കഴിഞ്ഞാൽ 35, 350 രൂപയുടെ പെട്രോളിൻ്റെയും ബാലരാപുരത്തും നമുക്ക് ഈ സ്പോട്ടിലെത്താം. ആഹാരം കയ്യിൽ കരുതിയാൽ വേറെ പൈസകളൊന്നും പോകാറില്ല. 2 കുപ്പി വെള്ളവും വെച്ചിരുന്നാൽ മതി. അടിപൊളി. 2 തലകൾ വെള്ളത്തിൽ. അടിപൊളി. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ എല്ലാവരും വണ്ടിക്കകത്തേക്ക് ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്പെഷ്യലാണ്. ചിക്കൻ തോരനുണ്ട്, കപ്പയുണ്ട്, മീൻ ഫ്രൈ ഉണ്ട്. എല്ലാവരും വണ്ടിക്കകത്തേക്ക് ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക.